എല്ലാവർക്കും ദിയ ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിലിരിക്കുന്ന കാണുമ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ വരാൽ ക്ലീനിങ് ആണ്. അത് കൂടിയാണ് നമുക്ക് വലയിൽ കുറച്ച് വരാൽ കുട്ടന്മാരെ കിട്ടിയത്. അപ്പോൾ ഈ കുട്ടന്മാരെയൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കാം. ഒരു തള്ളയും കുറച്ച് കുഞ്ഞുങ്ങളുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലീനിങ്ങിലോട്ട് പോയാലോ? അപ്പോൾ വരാലിന് ഇഷ്ടമുള്ളവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. വരാൽ കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഉള്ള ഗുണങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. വരാലിൽ അമിനോ ആസിഡും ആൽബുമിനും കൂടുതലായതിനാൽ ഓപ്പറേഷൻ കഴിഞ്ഞവർക്കും മുറിവ് ചതവ് ഒക്കെ സംഭവിച്ചവർക്ക് ഇത് കഴിക്കുന്നതിലൂടെ മുറിവ് സുഖപ്പെടുത്തൽ വേഗത്തിലാക്കാനായിട്ട് സഹായിക്കുന്നു. ഈ കൂട്ടത്തിൽ ഒരു കാരി ഉണ്ടായിരുന്നേ. ഇതാണ് കാരി, കണ്ടോ? ഇത് പിന്നെ വരാല് രണ്ടെണ്ണം ഫോട്ടോ വീഡിയോ എടുക്കുന്ന ഇഷ്ടമില്ലെന്നും പറഞ്ഞ് ചാടി പോയിട്ടു. കണ്ടോ, വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടെണ്ണം ഒന്നവിടെ ഒന്നിവിടെ പോകണം. മറ്റേനെ കണ്ടുകൊണ്ട് അങ്ങോട്ട് പോകാൻ തോന്നുന്നു. വരാലിൽ അയൺ ഉള്ളതിനാൽ രക്തക്കുറവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ വിറ്റാമിൻ എ, ബി, ഡി, ഒമേഗ 3 എന്നിവ ഉള്ളതിനാൽ രോഗങ്ങൾക്കെതിരെ ശരീരത്തെ ശക്തമാക്കാനും ഇത് കഴിക്കുന്നതിലൂടെ നമുക്ക് നല്ലതാണ്. ഈ മത്സ്യം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കുന്നതിനാൽ വയറിനും നല്ലതാണ്. കൊഴുപ്പ് കുറവായ മീനായതിനാൽ കൊളസ്ട്രോൾ നിയന്ത്രണത്തിൽ വയ്ക്കാൻ സഹായിക്കുന്നു. ആയതിനാൽ ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് വരാൽ കഴിക്കുന്നത്. വരാലിന് എനിക്കെന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അവർ ഓടി രക്ഷപ്പെടാൻ പോവുകയാണ്. ചാടുന്നും പെട്ടെന്ന് ഇഴഞ്ഞു പോകുന്നു ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വരാലിൻ്റെ ഫസ്റ്റ് മുള്ളൊന്ന് വെട്ടിയെടുക്കാം. ഇത്തവണ ഏതായാലും നല്ല മൂർച്ചയുള്ള പിച്ചാത്തി എടുത്ത് ഇത്തവണ നല്ല മൂർച്ചയുള്ള കത്രിയായതുകൊണ്ട് തന്നെ പിന്നെ കിളുന്ത് മുള്ളല്ലേ, അതുകൊണ്ട് നല്ല ഈസി ആയിട്ട് വെട്ടാൻ പറ്റുന്നുണ്ട്. നമുക്ക് ചെറുതായതുകൊണ്ട് ഇതിൻ്റെ തല അങ്ങ് വെട്ടിക്കളയുക കേട്ടോ. ഞാൻ നേരത്തെ വരാൽ അങ്ങനെ വെട്ടത്തില്ലായിരുന്നു, പിന്നെ ചെറുതായതുകൊണ്ട് ഇപ്പോൾ വരാലും വെട്ടാൻ തുടങ്ങി ഗൈസ്. വലുതിന് എനിക്കെന്തോ പേടിയാണ്. പിടിക്കുമ്പോൾ അങ്ങോട്ട് ഒരു പാമ്പിൻ്റെ തല പോലെ തോന്നുന്നു എനിക്ക്. ഇത് പിന്നെ ചെറുത് കുഴപ്പമില്ല, നമുക്ക് കയ്യിൽ ഒതുങ്ങുകയും ചെയ്യും. ഇപ്പോൾ ഈ വരാൽ താഴെ കൂടെ ഇഴഞ്ഞു പോയതുകൊണ്ട് കുറച്ച് മണ്ണൊക്കെ ഉള്ളതുകൊണ്ട് കയ്യിൽ നിന്ന് തെന്നിപ്പോകാതെ ഇരിപ്പുണ്ട്. ഇനി തെന്നിപ്പോകുമ്പോൾ നമ്മൾ സാധാരണ അടുപ്പിലെ കുറച്ച് ചാരം എടുത്ത് പിടിച്ചിട്ടാണ് ഇത് വെട്ടാനൊക്കെ കൈ പിടിക്കുന്നത്. അങ്ങനെ ഒരു വഴുതി പോകും. ഭയങ്കര അഴുക്കൽ പോലെയാണ് ഇതിൻ്റെ പുറമൊക്കെ ഇരിക്കുന്നത്.
പറ്റാതെ കിടന്നുകൊണ്ട് തല വലുതാ, മേല് ഒക്കെ ഇങ്ങനെ ഒരുമാതിരി ക്ഷീണിച്ച് ശോഷിച്ചിരിക്കുക. തലയുടെ വലിപ്പം പോലെ ഉടലിന് അങ്ങോട്ട് വലിപ്പമൊന്നുമില്ല. ഇങ്ങനെ തലയുടെ ഇങ്ങോട്ട് പിച്ചാത്തി കീറിയിട്ട് ഇങ്ങനെ കടിക്കണം. നല്ല കട്ടിയാണ്. അടിപൊളി. നമ്മളെടുത്തു ചെകിളകൾ. ശകുലങ്ങൾ നമ്മളെടുത്തു കേട്ടോ. ചെകിളകൾ നല്ല പച്ചയല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഫ്രഷ് സാധനമായതുകൊണ്ട് നല്ല പടം. ശകുലങ്ങൾ. ചെതുമ്പല് ചെത്തി കഴിഞ്ഞിട്ട് കല്ലേലിട്ട് തേച്ച് ക്ലീൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.